Hi all, നമ്മൾ ഇന്ന് സിവിക്സിൻ്റെ ക്ലാസ് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെൽക്കം ടു ദി ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് സിവിക്സ്, പവർ ഷെയറിംഗ്. ലാസ്റ്റ് ഇയർ യു ഹാവ് ലേൺഡ് മെനി ആസ്പെക്ട്സ് ഓഫ് ഡെമോക്രസി. അപ്പോൾ അവിടെ നിങ്ങൾ പഠിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. ഇൻ എ ഡെമോക്രസി ഓൾ പവർ ഡസ് നോട്ട് റെസ്റ്റ് വിത്ത് എനി വൺ ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് ഓർ എനി വൺ പേഴ്സൺ ഓഫ് ദ ഗവൺമെൻറ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ സീ എ പവർ ഷെയറിംഗ്. അതായത് ഡെമോക്രസിയിൽ എല്ലാ പവറും ഒരു വ്യക്തിയിലോ ഒരു പേഴ്സണിലോ അല്ലെങ്കിൽ ഒരു ഓർഗനിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്ക് അവിടെ പവർ ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് ഡെമോക്രസിയുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ. അപ്പം അതാണ് പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾ 9th പഠിച്ച ആ ഒരു പോയിൻറ്റിൻ്റെ കണ്ടിന്യൂഷനാണ് നിങ്ങളുടെ 10th ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ വരുന്നത്. അതായത് പവർ ഷെയറിംഗ് ചാപ്റ്ററും അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫെഡറലിസവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലെ മെയിൻ കണ്ടന്റ് എന്നുള്ളത്. Let's start with definition of power sharing. Power sharing is a system of political arrangements in which power is shared between different organs of the government, between different levels of the government, between different social groups, and between different political parties, pressure groups and movements. ഞാനിവിടെ ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് പവർ ഷെയർ എന്ന് പറഞ്ഞ ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇത് ബൈഹാർട്ട് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 1 മാർക്കും ചോദിച്ചേക്കാം എന്താണ് പവർ ഷെയറിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്നുള്ളത്. അത്രേ ഉള്ളൂ. പവർ ഷെയറിംഗ് ഈസ് എ പൊളിറ്റിക്കൽ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് പവർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ മെനി തിങ്സ് ആർ മെൻഷൻ ഹിയർ. ഓക്കെ, ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് the details of power sharing through 2 examples. We'll take 2 countries as example, and through that example we'll discuss the features of power sharing. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ടെക്സ്റ്റ് ബുക്കിൽ 2 കൺട്രിയുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ എക്സാമ്പിളിലൂടെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പവർ ഷെയറിങ്ങിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പഠിക്കുന്നത്. ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യലിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും. ബട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ 2 എക്സാമ്പിൾ, ഈ 2 കൺട്രിയുടെ എക്സാമ്പിൾ അതുപോലെയുള്ള ഒരു എക്സാമ്പിൾ അല്ല, മറിച്ച് അത് ഈ ചാപ്റ്ററിൻ്റെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ്. സോ യു ക്യാൻ എക്സ്പെക്ട് മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് എക്സാമ്പിൾസ്. ഒരിക്കലും ഇത് എക്സാമ്പിളാണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്യരുത്. ഇത് ചാപ്റ്ററിൻ്റെ ഒരു മെയിൻ ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണ്. ഓക്കെ, ദ ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് ബെൽജിയം. നമുക്ക് ആദ്യം ബെൽജിയത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ നോക്കാം. ബെൽജിയം ഷെയർ ഇറ്റ്സ് ബൗണ്ടറി വിത്ത് മെയിൻ 4 കൺട്രീസ്. ഇറ്റ്സ് ബെൽജിയം മെയിനായിട്ട് 4 കൺട്രിയുമായിട്ടാണ് അതിൻ്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജർമ്മനി, ഫസ്റ്റ് വൺ ജർമ്മനി, ആൻഡ് ഹിയർ നെതർലാൻഡ്സ്, ആൻഡ് ഹിയർ ഫ്രാൻസ്, ആൻഡ് ലാസ്റ്റ് വൺ ലക്സംബർഗ്. അപ്പോൾ ഈ 4 മെയിൻ കൺട്രീസുമായിട്ടാണ് മെയിനായിട്ടും ബെൽജിയം അതിൻ്റെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്. ഇത് പറയാൻ കാരണം ചിലപ്പോൾ ഒരു 1 വേർഡിന് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്കൊരു 4 ഓപ്ഷൻ തരും, ഒരു MCQs തരും. അതിൽ ചിലപ്പോൾ നെതർലാൻഡ് ഉണ്ടായിരിക്കും, ജർമ്മനി ഉണ്ടായിരിക്കും, ലക്സംബർഗ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഫ്രാൻസിന് പകരം കൊടുത്തിരിക്കുക ചിലപ്പോൾ ഇംഗ്ലണ്ട് അതിലായിരിക്കും. അപ്പോൾ അതാണ് അതിലെ റോങ് ആൻസർ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയയാണ് ബൗണ്ടറിയുടെ കാര്യം. അപ്പോൾ ഓർക്കുക, മെയിനായിട്ടും ബൗണ്ടറി ഷെയർ ചെയ്യുന്ന നെതർലാൻഡ്, ജർമ്മനി, ലക്സംബർഗ് ആൻഡ് ഫ്രാൻസ്. പിന്നെ ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ ഓർത്തിരിക്കേണ്ടതാണ് ബ്രസൽസ്. ബ്രസൽസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ബെൽജിയം. ഓക്കെ, ഇനി നമുക്ക് ബെൽജിയത്തിൻ്റെ പവർ ഷെയറിംഗ് ഡീറ്റെയിൽസ് നോക്കാം. ഇൻ ബെൽജിയം 59% of people lives in Flemish region and they speak Dutch language. 59 people lives in Flemish region and they speak, or their main language is Dutch. And as you see here, 40% of people lives in Wallonia region and their main language is French. 59% lives in Flemish, their main language Dutch. 40% lives in Wallonia region and their main language is French. Okay, ബട്ട് ഇവിടെ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും കാണുന്നില്ല. ഓക്കെ, 2 റീജിയൻ ഉണ്ട്, their language different, that's all. ബട്ട് ഇവിടെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ വലോണിയ റീജിയനിലെ ഞാൻ പറഞ്ഞ ഇവിടെ മെയിൻ ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. ഈ ഫ്രഞ്ച് പീപ്പിള് അവർ എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും ദേ കമ്പാരിറ്റീവ്ലി ലെസ് ഇൻ നമ്പർ ബട്ട് ദേ വർ റിച്ച് ആൻഡ് പവർഫുൾ. കാരണം അവർക്ക് ഓൾറെഡി എഡ്യൂക്കേഷനും മറ്റ് എക്കണോമിക് ഡെവലപ്മെൻറ്റൊക്കെ ഓൾറെഡി കിട്ടിയിരുന്നു. അത് കാരണം അവർ റിച്ചുമാണ് പവർഫുള്ളുമാണ്. സോ ക്വൈറ്റ് നാച്ചുറലി ഈ ഡച്ച് സ്പീക്കിംഗ് പീപ്പിൾ ഇതൊന്നും ഇഷ്ടമാവില്ല. കാരണം അവരാണ് എണ്ണത്തിൽ കൂടുതലുള്ളത്. ബട്ട് സ്റ്റിൽ ദേ വർ നോട്ട് പവർഫുൾ ആൻഡ് റിച്ച്. ബട്ട് ലേറ്റർ ഈവൻ ദീസ് ഡച്ച് പീപ്പിൾ ഗോട്ട് ദ ബെനിഫിറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവർ തമ്മിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇനി ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ബെൽജിയം, നേരത്തെ പറഞ്ഞ പോലെ ബ്രസൽസിൽ സിറ്റുവേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവിടെ ഡച്ചാണ് മൈനോറിറ്റി, ഫ്രഞ്ചാണ് മെജോറിറ്റി. മറ്റെല്ലായിടത്തും ഫ്രഞ്ചാണ് മൈനോറിറ്റി, ഡച്ചാണ് മെജോറിറ്റി. ബട്ട് ബ്രസൽസിൽ മാത്രം ഡച്ചായിരുന്നു മൈനോറിറ്റി. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ അവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1% പീപ്പിൾ ജർമ്മൻ സ്പീക്കേഴ്സ് ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, 1% ജർമ്മൻ സ്പീക്കേഴ്സ്. അപ്പോൾ നമ്മുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദീസ് ഫ്രഞ്ച് പീപ്പിൾ ആൻഡ് ഡച്ച് പീപ്പിൾ. അതായിരുന്നു ബെൽജിയത്തിൻ്റെ പവർ ഷെയറിംഗ് ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഹൗ ദേ സോൾവ് ദിസ് പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റ്. Now let's talk about how did Belgium solve its ethnic problems. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ബെൽജിയത്തിൽ മെയിനായിട്ട് 2 കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഫ്രഞ്ച് സ്പീക്കിംഗ് ആൻഡ് ഡച്ച് സ്പീക്കിംഗ്. അവർ തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബെൽജിയം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതെന്ന്. അതിനായിട്ട് അവർ ഒരുപാട് സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ ദ ഫസ്റ്റ് മെഷർ ടേക്കൺ ബൈ ബെൽജിയം ഗവൺമെൻറ് വാസ് equal number of ministers from Dutch and French speaking areas in the central government. സെൻട്രൽ ഗവൺമെൻറ്റിൽ അവർ ക്യാബിനറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് അവരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. എന്താണത്? ഡച്ച് ഏരിയാസ് നിന്നും അതുപോലെ ഫ്രഞ്ച് ഏരിയാസ് നിന്നുള്ള മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം അവർ ഈക്വൽ ആയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ അവർക്ക് ആ ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റും. മിനിസ്റ്റേഴ്സിൻ്റെ എണ്ണം എപ്പോഴും ഈക്വൽ ആയിരിക്കും. ദാറ്റ്സ് പോയിന്റ് നമ്പർ 1. നൗ point number 2, no single community can make decisions unilaterally. അതായത് നോ മാറ്റർ ഹൂ ഈസ് മെജോറിറ്റി ആൻഡ് ഹൂ ഈസ് മൈനോറിറ്റി, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആലോചിച്ചിട്ട് മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് യൂണിലാറ്ററലായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും ആരാണ് മെജോറിറ്റി അവർക്ക് വേണ്ടിയ മൈനോറിറ്റിക്ക് എതിരെ തീരുമാനം എടുക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ആസ് പെർ ദിസ് മെത്തേഡ്, as per this step, they can't do like that. Now point number 3, transfer of power from the center to the state. State government will not be a subordinate to the center. നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്ന പോലെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് അതിൻ്റെ പവർ ഷെയർ ചെയ്യും. അവരൊരിക്കലും ഇങ്ങനെയൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താഴെയാണ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റാണ് സുപ്പീരിയർ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻഫീരിയർ, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് അതിന് പോസിബിൾ ആവുന്ന എല്ലാ രീതിയിലും അതിൻ്റെ പവേഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ് ടു സോൾവ് ദി എത്നിക് പ്രോബ്ലംസ് ഓഫ് ബെൽജിയം. ഫോർത്ത് വൺ, നമ്മൾ ക്യാപിറ്റൽ ഓഫ് ബെൽജിയം അതായത് ബ്രസൽസിൻ്റെ കണ്ടീഷൻ കണ്ടതാണ്. അവിടെ ഡച്ചുകാരായിരുന്നു അവിടെ മെജോറിറ്റി. അപ്പോൾ അവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അവിടെ ഒരു പ്രത്യേക മെഷർ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എ സെപ്പറേറ്റ് ഗവൺമെൻറ് ഇൻ ബ്രസൽസ് ഈസ് ഫോംഡ് വിത്ത് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദി ഫ്രഞ്ച് ആൻഡ് ഡച്ച്. ബ്രസൽസിൽ മാത്രമായിട്ട് എന്ത് ചെയ്തു, ഒരു സെപ്പറേറ്റ് ഗവൺമെൻറ് അവർ ഫോം ചെയ്തു. അവിടെ നമ്മൾ പോയിന്റ് നമ്പർ 1 പറഞ്ഞ പോലെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു 2 റീജിയനും, ഡച്ച് റീജിയനും ഫ്രഞ്ച് റീജിയനും ഒരുപോലെയാണ് അവർ മെമ്പേഴ്സിനെ അതിലേക്ക് സെലക്ട് ചെയ്തത്. Now the last and important step was formation of a separate government known as community government. Formation of community government elected by the people belonging to one language community, Dutch, French and German, wherever they live. This has power regarding culture, education and language related issues. അതായത് ബെൽജിയത്തിൽ അവർ പ്രത്യേകമായിട്ടൊരു
ഗവൺമെൻറ് അവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. ഈ കമ്മ്യൂണിറ്റി ഗവൺമെൻറ് എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുമായിരുന്നു? കൾച്ചറൽ മാറ്റേഴ്സ്, എഡ്യൂക്കേഷണൽ മാറ്റേഴ്സ് ആൻഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ലാംഗ്വേജസ് ഓർ ലിംഗ്വിസ്റ്റിക് തിങ്. അപ്പോൾ ഇതിലും എല്ലാവർക്കും ഒരുപോലെ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു നമുക്കറിയില്ല, അവിടെ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ കൾച്ചറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റിംഗ് മാറ്റർ. അപ്പോൾ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് ഒരു പ്രത്യേകമായിട്ടൊരു ഗവൺമെൻറ് അവിടെ ഫോം ചെയ്തു. അതാണ് കമ്മ്യൂണിറ്റി ഗവൺമെൻറ്. അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഗവൺമെൻറ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ ലാംഗ്വേജിൻ്റെയും കൾച്ചറിൻ്റെയും പ്രോബ്ലം വളരെ ഈസി ആയിട്ട് അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റി. So in short, Belgian government solved its ethnic problem through these 5 steps. Or you can tell Belgian government solved its problem of ethnic communities with power sharing.